Boche Gold and Diamonds. Buy now, pay later. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. പഴയ മാർക്കറ്റ് പരിസരത്ത് 3 കോടി രൂപ ചിലവിലാണ് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ അവസാന ഘട്ട കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മുഹമ്മദ് മോസിൻ MLA പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പിക്കാരുടെ സ്വപ്നമായിരുന്ന ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമായതിനു പുറകെയാണ് ഇപ്പോൾ ഫയർ സ്റ്റേഷന് സ്വന്തമായി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നത്. നഗരസഭ വിട്ടു നൽകിയ പഴയ മാർക്കറ്റ് പരിസരത്താണ് അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കുന്നത്. നിലവിൽ ഫയർ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മനോഹരമായ ഒരു കെട്ടിടം, എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനി ഈ വാർപ്പും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. വളരെ വേഗത്തിൽ തന്നെ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫയർ സ്റ്റേഷൻ ഒരു ആസ്ഥാന മന്ദിരം, നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് കെട്ടിടവും സൗകര്യങ്ങളും ഒക്കെ വന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിന് ഫയറിന് കൂടുതൽ സൗകര്യമാകുമെന്നതിൽ സംശയമില്ല. ഇനി അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഫയർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച് കൂടുതൽ സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ്. 2021 വാടക കെട്ടിടത്തിൽ ഫയർഫോഴ്സ് ആരംഭിച്ചു. തുടർന്ന് വാടക കെട്ടിടങ്ങൾ മാറി മാറി പ്രവർത്തിക്കുന്നതിനാൽ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം പലപ്പോഴും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പട്ടാമ്പി തൃത്താല മേഖലകളിൽ തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 20 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂരിൽ നിന്നോ പെരിന്തൽമണ്ണ, കുന്നംകുളം, വളാഞ്ചേരി ഭാഗങ്ങളിൽ നിന്നോ ആയിരുന്നു ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരുന്നത്. നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ കോടല്ലൂരിൽ വാടക കെട്ടിടത്തിലാണ് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ ഫയർ സ്റ്റേഷൻ കെട്ടിടം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ നിലവിൽ ഫയർഫോഴ്സ് സേന നേരിടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.